വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അതായത് ഇഡ്ഡലിപ്പൊടിയെന്നോ മിളകായ്പൊടിയെന്നോ ദോശപ്പൊടിയെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഈ റെസിപ്പി എൻ്റെ രീതിയിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ്, അതായത് എൻ്റെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയാം ഇത് ഇങ്ങനെയല്ല, ഇത് ചേർക്കണം അത് ചേർക്കണം ഒപ്പീനിയൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ആദ്യമേ തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമുക്കിപ്പോൾ ചമ്മന്തിയും സാമ്പാറൊന്നും ഇല്ലെങ്കിലും ഇതുണ്ടെങ്കിൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കാണാൻ മറക്കരുത്. ഇനി അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, ചേച്ചി വീഡിയോസ് ഇടുമ്പോഴും നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്ന്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുപോലെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ പോവുക, വീണാസ് കറി വേൾഡിൻ്റെ പേജ് എടുക്കുക. അതെടുക്കാൻ അറിയാലോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒരു റെഡ് ഇതിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്നാണെന്ന് കാണിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ പക്ഷേ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരില്ല. അതിന് വേണ്ടിയിട്ട് ഈ ബെൽ ഐക്കൺ ഇല്ലേ, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നോട്ടിഫിക്കേഷൻസ് ഫ്രം വീണാസ് കറി വേൾഡ് ഓൾ ഒക്കേഷണൽ നൺ എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ അത് ഒക്കേഷണലായിട്ടാണ് കിടക്കുന്നത്. മിക്കവർക്കും അത് ഒക്കേഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ ഓളിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വരുള്ളൂ. അതിനുശേഷം നമ്മളത് സേവ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഞാൻ എന്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നോട്ടിഫിക്കേഷൻസ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഡ്ഡലിപ്പൊടി എന്ന് പറയാം, മിളകായ്പൊടി എന്ന് പറയും, അങ്ങനെ പലരും പല പേരുകളാണ് പറയുന്നത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് മുളകാണ്. 2 ടൈപ്പ് മുളക് എടുത്തിട്ടുണ്ട്. ഒരു 12 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിയൻ മുളക്. പൊടിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് ഇല്ല, നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു പൊടിക്ക് ഒരു കളറിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു 20 വറ്റൽ മുളക് എടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ രണ്ടും കൂടി എടുത്തിരിക്കുന്നത് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇത് കാശ്മീരി മുളക് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പം പിന്നെ മാത്രമല്ല, നമ്മുടെ കയ്യിൽ കിട്ടുന്ന മുളകിൻ്റെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന മുളക് അനുസരിച്ചും ഇതിൽ കുറച്ച് വേരിയേഷൻസ് വരും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മുളകിൻ്റെ എരിവ് അനുസരിച്ചാണ് ഇവിടെ എണ്ണ എടുത്തിരിക്കുന്നത്. അപ്പോൾ 12ഉം 8ഉം എന്നുള്ള കണക്ക് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം കായം, അതുപോലെ തന്നെ ഒരു 10 കുരുമുളക് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുളക് രണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഈ കടായി ഒരു മീഡിയം ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് 2 ടൈപ്പ് മുളകും ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 2 ടൈപ്പ് മുളകും ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളകും എപ്പോഴും ഞാൻ വറക്കുമ്പോൾ ഇതിൻ്റെ ഈ അറ്റത്തെ തണ്ട് മാറ്റാറില്ല. റോസ്റ്റ് ആയതിനു ശേഷം മാത്രം ഇത് റിമൂവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ കുരു മുഴുവനും താഴേക്ക് വീണ് എല്ലാം അങ്ങ് കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഞെട്ടി നമുക്ക് അവസാനം മാത്രം മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂട് എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം ഇത് റോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരും സാധാരണ രീതിയിൽ നിങ്ങൾക്ക് എല്ലാം പരിപ്പ് വർഗ്ഗങ്ങളും ഇതിലും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒരുമിച്ച് ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ എപ്പോഴും തനിയെ റോസ്റ്റ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എല്ലാത്തിൻ്റെയും റോസ്റ്റിംഗ് ടൈം ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലതങ്ങ് റോസ്റ്റ് ആവും, ചിലതങ്ങ് റോസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. അതേസമയം നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ടും റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. 5 മുതൽ 10 മിനിറ്റ് സമയം പിടിക്കും ഇത് ഒന്ന് കറക്റ്റായിട്ട് റോസ്റ്റായി കിട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ വറുത്തെടുക്കാം, റോസ്റ്റ് ചെയ്തെടുക്കാം. അതേസമയം എണ്ണ ഒഴിക്കാണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ എണ്ണ ഒഴിക്കാണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ മുളക് റെഡി ആയിട്ടുണ്ട്. മുളക് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് സെയിം കടായിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 ഗ്ലാസ്, നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണ് എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ്. ഇപ്പോൾ മൊത്തത്തിൽ ഉഴുന്ന് പരിപ്പ് എടുക്കാം. അതേപോലെ തന്നെ ഇതുപോലെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് പരിപ്പാണെങ്കിലും സെയിം അളവ് തന്നെ. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 ഗ്ലാസ്, നിങ്ങൾ എടുത്തിരിക്കുന്ന ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പാണെങ്കിൽ അതിൻ്റെ സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് കടലപ്പരിപ്പ്. പിന്നെ ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇടുന്നുണ്ട്, ഓപ്ഷനിലാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ
അരി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പൊന്നിയരിയാണ്. അതിന് പകരമായി വൈറ്റ് റൈസ്, അതായത് പച്ചരി ഉപയോഗിക്കാം, സോനാ മസൂരി അരി ഉപയോഗിക്കാം, ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അരി ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷേ അരി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും കൂടും. അതിനാണ് ഞാൻ അരി ഇടുന്നത്. പിന്നെ ഈ റെസിപ്പി എന്ന് പറയുമ്പോൾ ഈ തമിഴ്നാടിൻ്റെ പല സ്ഥലത്തും പല രീതിയിലാണ് ഈ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വ്യത്യാസപ്പെടുന്നത്. അപ്പം ഞാൻ പല റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ്. കാരണം ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചിരിക്കുന്ന കാരണം എനിക്ക് ഏകദേശം അറിയാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ള കാരണം. അപ്പോൾ എൻ്റെ തമിഴ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അനുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ റെഫർ ചെയ്തപ്പോൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും അവർ പറയുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് ഈ സംഭവങ്ങളൊക്കെ വേണം. ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നതൊക്കെ അത്യാവശ്യം ഇതിൽ വേണ്ടതാണ്. പക്ഷേ അത് കൂടുതൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ പിന്നെ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നന്നായിട്ട് ഇതങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. പക്ഷേ ഞാൻ നല്ലെണ്ണ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇത് കുറച്ചൊന്നായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. നിങ്ങൾക്ക് കറുത്ത എള്ള് ഉപയോഗിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വെളുത്ത എള്ള് ഉപയോഗിക്കാം. ഏത് എള്ളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലവർ 1:1:1 എന്ന റേഷ്യാണ്, അതായത് 1 കപ്പ് കടലപ്പരിപ്പിന് 1 കപ്പ് ഉഴുന്ന് 1 കപ്പ് എള്ള് എന്ന കണക്കാണ്. ഞാൻ പക്ഷേ ഇവിടെ ഈ ഉഴുന്ന് പരിപ്പാണ് കൂടുതലിടുന്നത്. എള്ളിൻ്റെയും ഇതിൻ്റെയൊക്കെ അളവ് കുറച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഇതിൻ്റെ ആ ഒരു റേഷ്യോ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഞാനത് പല റേഷ്യോസിൽ ഉണ്ടാക്കി നോക്കിയതിൽ ഈ റേഷ്യോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതാണല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇനി പറയാം ഇങ്ങനെയല്ല ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷേ ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേരിയേഷൻസ് വേണമെങ്കിലും ഇതിൽ വരുത്താം. ബേസിക്കായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴത്തെ ഭാഗം കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇനി ഇതിലോട്ടൊരു 1/4 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വെള്ള എള്ളാണെങ്കിലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചേർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കുരുമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കായം. നിങ്ങളുടെ അടുത്ത് ഇതേപോലെ കായത്തിൻ്റെ കഷ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി അവസാനം ചേർത്ത് കൊടുത്താലും മതിയാവും. പൊടിയാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാൻ പാടില്ല, കാരണം പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് അവസാനം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ എപ്പോഴും ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്യാനേ പാടുള്ളൂ. ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി നല്ല റോസ്റ്റ് ആയിട്ടുള്ള മണം വരുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് പേരുടെ അടുത്ത് സംസാരിച്ച കൂട്ടത്തിൽ ചിലർ പറഞ്ഞു ചിലവർ ഇതിൽ ക്യുമിൻ സീഡ്സ് ഇടാറുണ്ട്, ചിലവർ പറഞ്ഞു മല്ലി ഇടാറുണ്ട്, അതായത് മൊത്തത്തിലുള്ള മല്ലിയുടെ കുരു ഇടാറുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇടുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അപ്പം വെളുത്തുള്ളി സാധാരണ ബ്രാഹ്മിൺസ് വെളുത്തുള്ളി ഇടാറില്ല. അതേസമയം ചെട്ടിനാട് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ സ്മെൽ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി നമുക്കിതിൽ അരിഞ്ഞിട്ടിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ക്യുമിൻ സീഡ്സ് ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇടാം. മല്ലിയുടെ കുരു ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഇടുന്നില്ല എന്ന് മാത്രം. ഇനി നമുക്കിതിൽ ആകപ്പാട് ഇനി ബാക്കി ചേർക്കാനുള്ളത് കുറച്ച് കറിവേപ്പിലയും ഉപ്പും മാത്രമാണ് കേട്ടോ ഈ റെസിപ്പിയിൽ. ബാക്കിയെല്ലാം നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ പരിപ്പ് എല്ലാം നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ കായം മാത്രം കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പോൾ നമുക്ക് കായം ഒന്നും കൂടെ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ പരിപ്പ് വർഗ്ഗങ്ങൾ മാത്രം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം, വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, കായം തിരിച്ച് ഇട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി, അപ്പോൾ വേഗം ആയിക്കോളും കേട്ടോ. പിന്നെ ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ഉള്ളിൽ തന്നെ അത് പറ്റി പിടിക്കും. അതുകൊണ്ട് ഇത് റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ പുറത്ത് വെച്ച് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രം അടിക്കാൻ മിക്സിയിൽ ഇടാൻ പാടുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ ചൂയിങ്കം പോലെ ഇരിക്കും ഈ സംഭവം കേട്ടോ കായം. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഒരേ ഒരു ഐറ്റം മാത്രമാണ്, അതായത് കറിവേപ്പില. ഒരു 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതങ്ങ് ഫ്രൈ ചെയ്ത് ഇതേപോലെ തന്നെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ കായവും ഫ്രൈ ചെയ്യുക. വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. അപ്പോൾ ഇച്ചിരി വെള്ളമുണ്ട്, അതൊക്കെ പോയി നന്നായിട്ടൊന്ന് ക്രിസ്പി പോലെ ആവണം. നല്ലത് അടിയുള്ളൂ. പിന്നെ മാത്രമല്ല കറിവേപ്പില നന്നായിട്ട് റോസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഈ സാധനം പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് കറിവേപ്പില നന്നായി റോസ്റ്റായി എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും റോസ്റ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അടുപ്പത്തു നിന്ന് എടുക്കാൻ പാടുള്ളൂ. തീ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഓവറായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. 2-3 മാസം വരെ നമുക്കിത് അടച്ചുറപ്പുള്ള കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ കിച്ചൺ കൗണ്ടറിൽ വെച്ചാൽ മതി.
ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ ജാനൊന്നും വലിയ താല്പര്യമില്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ഇഡ്ഡലിപ്പൊടി ഉണ്ടെങ്കിൽ ഇഡ്ഡലിപ്പൊടിയുടെ നടുവിൽ കുറച്ച് നല്ലെണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് പേരായി ഇനി റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴാണ് അതിൻ്റെ സമയം വന്നത്. നന്നായിട്ട് റോസ്റ്റ് ആവട്ടെ കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഇതേപോലെ കായം ഇല്ലാന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ മിക്സിയിൽ എല്ലാം പൊടിക്കാൻ ഇടുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇട്ടിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇതാണ് പക്ഷേ കൂടുതൽ ഫ്ലേവർ വൈസ് നോക്കുമ്പോൾ ഇതുപോലത്തെ കട്ടിക്കായാണ് ഏറ്റവും നല്ലത്. ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോഴും പറഞ്ഞില്ലേ, സാമ്പാർ പൊടി എല്ലാത്തിലും ഇതേപോലെ നമ്മൾ മസാലക്കൂട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കായത്തിൻ്റെ പെരുങ്കായം എന്ന് പറയാം. ഈ പെരുങ്കായത്തിൻ്റെ ഇതേപോലത്തെ കട്ടിയുള്ള ഭാഗം ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ സ്മെല്ല് ഉണ്ടാവുക. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കറിവേപ്പില ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. എല്ലാം ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് മാറ്റാൻ പോവുകയാണേ. ഇത് മതി. ഇത് ഞാൻ പറഞ്ഞ പോലെ കായം ചൂടാറുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് വരും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് പോലെ ഇരിക്കുന്നത്, സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് അടിക്കാൻ പാടില്ല. അപ്പോൾ ഇത് എല്ലാം ചൂടാറാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വറുത്തെടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ അപ്പോൾ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുക്കുക. ആ ജാറിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ കാശ്മീരി മുളകിൻ്റെയൊക്കെ ഞാൻ ഞെട്ടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഞെട്ടിയോട് കൂടി നമ്മൾ ഇട്ട് കൊടുക്കാൻ പൊടിക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ മുളകാണ് പൊടിച്ചെടുക്കേണ്ടത്. മുളക് പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള പരിപ്പൊക്കെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മിക്സിയുടെ ജാറ് തുറക്കുമ്പോൾ മൂക്കിൻ്റെ അടുത്ത് വെച്ച് തുറക്കരുത് കേട്ടോ. തുമ്മി ഒരു പരിവാവേ. അതുകൊണ്ട് കുറച്ച് ദൂരെ മാറി നിന്നിട്ട് തുറന്നാൽ മതി. അതെപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും എനിക്ക് പറ്റാറുള്ളതാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് സാധനങ്ങൾ മുളകിൻ്റെയൊക്കെ ഐറ്റംസ് പൊടിച്ചിട്ട് ജാറ് തുറക്കുമ്പോൾ മനുഷ്യനൊരു പരിവാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അങ്ങ് പൊടിച്ചിട്ട് കൊണ്ടുവരാം. മുളക് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ ജാറിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ട് അടിക്കേണ്ടി വരും. അതായത് ഒരുമിച്ചിട്ട് ചിലപ്പോൾ അടിക്കാൻ ജാറിൽ സ്ഥലം കാണില്ല. അതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ചിലവർക്ക് ഈ നമ്മുടെ പൊടി ഒരുപാട് ഫൈനായിട്ട് പൊടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. ഭയങ്കര ഫൈനായിട്ട് പൗഡർ ഇഷ്ടമായിരിക്കില്ല. കുറച്ച് ചെറിയ തരികളോട് കൂടി പൊടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല നൈസായിട്ടുള്ള പൊടിയാണ് ഇഷ്ടം. അതേസമയം ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് തരിയായിട്ടൊന്ന് പൊടിക്കും. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു ഇത് പൊടിക്കുക. ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പൊടിച്ച് കൊണ്ടുവരുന്നത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി പൊടിക്കട്ടെ. നന്നായി എന്ന് കഴിഞ്ഞാൽ ഓവറായിട്ട് ഫൈനാക്കില്ല, എന്നാലും ചെറിയ ഓവറായിട്ട് ഫൈനാക്കില്ല. ഒരു അല്പം തരിയോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊടിക്കാൻ പോകുന്നത്. ആ ബാച്ച് പൊടിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ നോക്കൂ, ഈ കായ നല്ല കട്ടിയായിട്ടുണ്ട്, സോഫ്റ്റ്നെസ് ഒക്കെ മാറിയിട്ടുണ്ട് തണുത്തപ്പോൾ. അപ്പോൾ ഇതും കൂടി ഇട്ടതിന് ശേഷം അവസാനം കായം കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടിച്ച് ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്നതിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതല്ലാന്നെങ്കിൽ ഇതിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പൊടിച്ചതിന് ശേഷം ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കണ്ടോ, ഇതിപ്പോൾ നമുക്കിങ്ങനെ പൊടിച്ചിടാൻ പറ്റുന്ന പരുവായിട്ടുണ്ട് തണുത്തപ്പോൾ. അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. ആദ്യം കുറച്ചിടുക, പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ അടുത്ത് മുളക് പൊടി മാത്രമേ ഉള്ളൂ, മൊത്തത്തിലുള്ള മുളകില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ മുളകിൻ്റെ പൊടിയുടെ കണക്ക് എനിക്കറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ മുളക് പൊടിയാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും ബെസ്റ്റ് മൊത്തത്തിലുള്ള മുളക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുളക് പൊടിയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതും കൂടെ ലാസ്റ്റത്തെ ബാച്ചും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും അതായത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് വലിയ മിക്സിയിൽ വേണമെങ്കിൽ ഇത് ജസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്തൊരു സ്മെല്ലെന്നറിയാം. ഇവിടെ അടുക്കള മുഴുവനും ഇങ്ങനെ ഒരു നല്ലൊരു ഇപ്പം എനിക്ക് ഇഡലി കഴിക്കാൻ തോന്നുന്നു. കുറച്ച് മാവ് ഇരിപ്പുള്ളൂ, ദോശയ്ക്കുള്ള മാവ് മാത്രമേ ഉള്ളൂ, ഇഡലിയുടെ മാവ് കഴിഞ്ഞു. അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. കറിവേപ്പിലയുടെ അളവൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അതായത് കുറച്ച് ഇട്ടാൽ മതി. പക്ഷേ എനിക്ക് കറിവേപ്പിലയുടെ സ്മെല്ല് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ കറിവേപ്പില വളരെ നല്ലതല്ല നമ്മുടെ ആരോഗ്യത്തിന്. അപ്പോൾ കറിവേപ്പില ഇട്ടുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള
ഇഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് ചെറിയൊരു തരി ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഓവറായിട്ട് ഫൈനല്ല, അതേസമയം ഓവറായിട്ട് തരിയല്ല. ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ചെറിയൊരു തരിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ചെയ്യണം. ഞാനിതിൻ്റെ ഉപ്പ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പ് നോക്കിയാൽ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പെർഫെക്റ്റ്, പക്ക. എരിവും ഒക്കെ കറക്റ്റാണ്. ഇനി നല്ലെണ്ണയൊക്കെ ഒഴിച്ച് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക. പിന്നെ കായത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. കായത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കയ്പ്പ് വരും നമ്മുടെ ഈ പൊടിക്ക്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എല്ലാ പൊടികളും അതിൻ്റെ മിതമായിട്ടുള്ള അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മിളകായ്പൊടി അല്ലെങ്കിൽ ഇഡലിപ്പൊടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പൊടി നമുക്ക് ഒരു ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഒരു 2-3 മാസത്തോളം ഇത് കേടാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാലും മതി. അതേസമയം നമുക്ക് കൂടുതൽ സമയം വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ 6 മാസം വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ ചെറിയൊരു എമൗണ്ടിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത്ര നാളൊന്നും ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ചൂടാറിയതിന് ശേഷം മാത്രം, ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് നമ്മൾ ഈ പൊടിക്ക്, അതായത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരു ചൂട് വരും. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. പിന്നെ കണ്ടെയ്നറിൽ ഇടുമ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ മാക്സിമം ഒഴിവാക്കുക. ഗ്ലാസ് കണ്ടെയ്നറിൽ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഷെൽഫ് ലൈഫ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തിന് നല്ലത് ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇടുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ ഞാൻ ഓടി പോയിട്ട് ഒരു ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇഡ്ഡലിക്ക് അത്ര മാവില്ല. അപ്പോൾ ദോശപ്പൊടി നമുക്ക് അതിൽ നല്ലെണ്ണ ഒഴിക്കുക, നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. സാമ്പാറൊക്കെ ഉണ്ട്, പക്ഷേ സാമ്പാറൊന്നും കൂട്ടാൻ തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ ദോശപ്പൊടി ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ ദോശപ്പൊടിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം നിങ്ങളുടെ അടുത്ത് എങ്ങനെയുണ്ടെന്ന്. നല്ലെണ്ണയാണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ. സാധാരണ ദോശപ്പൊടി ചാലിക്കുന്നത്, ചാലിക്കുക എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യാന്നർത്ഥം. ആഹാ, തരിതരിയായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചർ എന്ന് പറയാൻ. അപ്പോൾ നമുക്ക് ഒരു ദോശ എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിയാണ് കുറച്ചും കൂടെ നല്ല കോമ്പിനേഷൻ ദോശേനേക്കാളും. പക്ഷേ ദോശയും കൂട്ടി കഴിക്കാം. ഒരു പിടി പിടിക്കട്ടെ. നമ്മുടെ ഈ ദോശ ഏതാണെന്നറിയോ? പൊടി ദോശയാണ്. പൊടി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ദോശയില്ലേ, അടിപൊളിയായിട്ടുള്ള ദോശയും അടിപൊളിയായിട്ടുള്ള ദോശപ്പൊടിയും പെർഫെക്റ്റ്. അപ്പോൾ സംശയിക്കാനില്ല, നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ദോശ ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കഴിക്കും മനുഷ്യ. പോമഗ്രാനൈറ്റ് മുറിച്ചത് ജാൻജാനോട് സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾ, കണ്ടായിരുന്നോ കമൻറ്റ്? ആയുഷ് ജാൻ, ഹലോ. മുടി വെട്ടണില്ലേ മോനെ ചക്കരെ? ആ, മുടി ഒരു കാട് പോലെ. ഇപ്പൊ അതിനെ കണ്ടു കഴിഞ്ഞാൽ ആരെ പോലെ ഉണ്ടെന്നറിയോ? മോഗ്ലി. അച്ഛൻ ഭയങ്കര ബിസിയാ.